ഹായ് ഹലോ ഫ്രണ്ട്സ്, ആരിഷ് മല്ലു ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ജസ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഞങ്ങൾക്ക് റീസെൻ്റായിട്ടൊരു കുഞ്ഞാവ ഉണ്ടായിരുന്നു, നിയ. സോ നിയയ്ക്ക് പാസ്പോർട്ടിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്തത് എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. സോ നമ്മൾ ഗൂഗിളിൽ കയറി ഓൺലൈൻ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിന് സമയത്ത് തന്നെ നമുക്ക് കുഞ്ഞിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കുഞ്ഞിനെ കിടത്തി വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കിടത്തി ഫോട്ടോ എടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചൈൽഡ് പാസ്പോർട്ട് ഐഡൻറ്റിറ്റി ആൻഡ് കൺസേൺ ഫോം എന്ന് പറയുന്നൊരു ഫോം കിട്ടും. അപ്പോൾ ആ ഫോം ഇതാണ്. അപ്പോൾ ഈ ഫോം നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മൾ ഗാർഡ് ഓഫീസിൽ ചെന്ന് അവരെയും കൊണ്ട് ഫില്ല് ചെയ്യിപ്പിക്കണം. ഫില്ല് ചെയ്യിപ്പിച്ചിട്ട് വിറ്റ്നസ്സായിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും സൈനും വേണം. അപ്പോൾ ഗാർഡയുടെ ഫ്രണ്ടിൽ വെച്ച് വേണം നമ്മളിത് സൈൻ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഒറിജിനൽ കൊണ്ടുപോകണം. ചിലപ്പോൾ ചില ഗാർഡ്സ് നമ്മുടെ കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ അടുത്ത് അത് ചോദിച്ചില്ല. അതിനുശേഷം ഈ ഫോം നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഞങ്ങൾ അയക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ് എന്ന് മാത്രമാണ്. കാരണം അത് ഓൺലൈനിൽ ഫില്ല് ചെയ്ത് കൊടുക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷേ എല്ലാവരും സംശയമായിട്ട് ചോദിക്കുന്നത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ പാസ്പോർട്ട് ഓഫീസിലേക്ക് അയച്ചു കൊടുക്കേണ്ടതെന്നാണ്. സോ അതുകൊണ്ട് ഞാൻ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് ഞാൻ വെക്കുന്നതെന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാനതിന് റിപ്ലൈ ചെയ്യാം. പിന്നെ ഞാൻ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ വേറെ എന്തെങ്കിലും എളുപ്പ വഴികൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതും കമൻറ്റ് ചെയ്താൽ മറ്റുള്ളവർക്ക് അതൊരു യൂസ്ഫുള്ളായിരിക്കും. സോ ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ആപ്ലിക്കേഷൻ കവർ പേജ് ഉണ്ട്. സോ ആപ്ലിക്കേഷൻ കവർ പേജിനകത്ത് അവർ പറയുന്നുണ്ട് എന്തൊക്കെ സാധനങ്ങളാണ് ഇതിനകത്ത് വെക്കുന്നതെന്ന്. പക്ഷേ ഞാൻ അതിനകത്ത് അഡീഷണലും കുറച്ച് ഡോക്യുമെൻറ്റ്സ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അതിനകത്ത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കത് പ്രിൻ്റ് ഔട്ട് എടുക്കാം. അപ്പോൾ ഇതെല്ലാം അതിനകത്ത് തന്നെ ഉണ്ടാവും. സോ ഇതൊരു കവർ ലെറ്ററാണ്. അത് കഴിഞ്ഞ് നമ്മൾ വിറ്റ്നസ് ഫോം, ഇത് നമ്മൾ ഗാർഡ് ഓഫീസിൽ നിന്ന് അവരുടെ മുമ്പിൽ നിന്ന് സൈൻ ചെയ്തിട്ടുള്ള പേപ്പർ, അത് നമ്മൾ വെക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വെക്കുന്നത് കഴിഞ്ഞാൽ നമ്മുടെ അയർലൻഡിൽ വന്ന ശേഷം നമ്മൾ പാസ്പോർട്ടിൽ അടിച്ച സ്റ്റാമ്പ്സ് ഉണ്ടല്ലോ, മീൻസ് അതിൻ്റെ എല്ലാം പേജസ്. സോ ഇതവർക്ക് നോക്കാൻ ഇച്ചിരി ഈസി ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഒരു സ്റ്റിക്കി നോട്ട് വെച്ചിട്ട് എൻ്റെ വൈഫിൻ്റെ വെക്കുന്നുണ്ട്. സോ അപ്പോൾ പേജ് നമ്പറുണ്ട്, ഗാർഡ സ്റ്റാമ്പ് ചെയ്ത ഡേറ്റും വാലിഡ് എത്ര വരെ ഉണ്ട് എന്നുള്ളതും കൂടെ ഉണ്ട്. സോ അതുപോലെ ഞാൻ എൻ്റെ വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ എൻ്റെ വൈഫിൻ്റെ വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രിൻ്റ് എടുക്കേണ്ട ഒരു സാധനമാണ് സമ്മറി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റെസിഡൻസി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയർലൻഡിൽ വന്നിട്ട് ഉള്ള എല്ലാ ഡേറ്റും നമ്മൾ നമ്മുടെ പാസ്പോർട്ടിലെ പേജ് നമ്പർ എന്ന് വെച്ചാൽ ഏത് പേജിലാണ് ഗാർഡ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നത്, ആ ഡേറ്റ് എന്ന് തൊട്ട് എന്ന് വരെയാണ്, നമ്മൾ എത്ര നാൾ അയർലൻഡിൽ താമസിച്ചു, മന്തും ഡേയ്സും, അങ്ങനെയുള്ള ഒരു ഫോമുണ്ട്. ആ ഫോം നമ്മൾ ഫില്ല് ചെയ്യുക, അതിൻ്റെ താഴെ സൈനും ഡേറ്റും ഇടുക. ഞാൻ എൻ്റെയും വൈഫിൻ്റെയും വെച്ചിട്ടുണ്ട്. സോ അതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാം GNIB കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉള്ള എല്ലാ GNIB കാർഡും ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഞാൻ ജസ്റ്റ് വെക്കുന്നുണ്ട് ഡോക്യുമെൻറ്റ്സിൻ്റെ കൂടെ. പിന്നെ ഞാൻ വെച്ചേക്കുന്നത് എൻ്റെ എല്ലാ GNIB കാർഡിൻ്റെയും കോപ്പി വെച്ചിട്ടുണ്ട്. എല്ലാം പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് എല്ലാത്തിനും ഒരു സ്റ്റിക്കി നോട്ട് ഒട്ടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാത്തിനും കവർ ലെറ്റർ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും ഒരു സ്റ്റിക്കി നോട്ട് വെച്ചിട്ടുണ്ട്, കാരണം അവർക്ക് മനസ്സിലാവാൻ എളുപ്പമാവട്ടെ എന്നോർത്ത് വെച്ചതാണ്. പിന്നെ ഞാൻ സ്റ്റാപ്ലർ ചെയ്തിട്ടുണ്ട് എല്ലാ ഡോക്യുമെൻറ്റും. എൻ്റെയും വൈഫിൻ്റെയും അയർലൻഡിൽ വന്നപ്പോൾ തൊട്ടുള്ള എല്ലാ GNIB കാർഡിൻ്റെയും കോപ്പി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും മാരേജ് സർട്ടിഫിക്കറ്റ്. പിന്നെ ഞങ്ങൾ വെച്ചേക്കുന്നത് ടാക്സ് ലയബിലിറ്റി ഫോം. ഞങ്ങൾ 2022 to 2025 വരെ ഉള്ളത് എൻ്റെയും വൈഫിൻ്റെയും വെച്ചിട്ടുണ്ട്.
സോ ലയബിലിറ്റി ഫോം വെച്ചിട്ടുണ്ട്, എൻ്റെയും വൈഫിൻ്റെ ലയബിലിറ്റി ഫോം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയ ബേബിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റാണ്. ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവളുടെ PPS നമ്പർ, പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും PPS കാർഡിൻ്റെ കോപ്പി വെച്ചിട്ടുണ്ട്. പിന്നെ അഡ്രസ് പ്രൂഫ് ആൻഡ് യൂട്ടിലിറ്റി ബില്ല്, അപ്പോൾ അതും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇതുപോലെ ഞങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ലാസ്റ്റായിട്ട് എല്ലാത്തിൻ്റെയും ഞങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും കൂടെ അയക്കുന്നുണ്ട്. ഞങ്ങൾ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് 2 പാസ്പോർട്ടിൻ്റെ ഒറിജിനൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും, പിന്നെ PPS കാർഡിൻ്റെ ഒറിജിനൽ, പിന്നെ ഞങ്ങളുടെ ഓൾ GNIB കാർഡ്. അത് ജസ്റ്റ് ഞങ്ങൾ ഇതുപോലൊരു കവറിനകത്തിട്ട് ജസ്റ്റ് ഇത് ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ടിലൊരു സ്റ്റിക്കി നോട്ട് ഒട്ടിച്ച് അങ്ങനെയാണ് ഞങ്ങൾ അയക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് പ്രിൻ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെയൊരു സംഭവം വരും. നമ്മൾ ഹാൻഡ് പോസ്റ്റിൽ ചെന്ന് ഇത് നമ്മുടെ കവറിൽ ഫ്രണ്ടിൽ ഒട്ടിച്ചിട്ട് അവർക്ക് അയച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു ട്രാക്കിംഗ് അഡ്രസ്സും കൂടെ കിട്ടും. സോ ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്തത്. പിന്നെ ഞങ്ങൾ വെച്ച പോലെ രണ്ടുപേരുടെയും ഡോക്യുമെൻറ്റ്സ് വയ്ക്കണമെന്നില്ല. ആരാണോ മെയിൻ ആപ്ലിക്കൻറ്റ് അവരുടെ മാത്രം വെച്ചാൽ മതി. പക്ഷെ ഞങ്ങൾ രണ്ടുപേരുടെയും വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത് ആരാണോ മെയിൻ ആപ്ലിക്കൻ്റ് ആയിട്ട് പോകുന്നത് അവരുടെ ഡോക്യുമെൻറ്റ്സ് മാത്രം വെച്ചാൽ മതി. പക്ഷെ ഞങ്ങൾ രണ്ടും വെച്ചിട്ടുണ്ടെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇത്രയും ഡോക്യുമെൻറ്റ്സാണ് ഞങ്ങൾ നിയാബയുടെ പാസ്പോർട്ടിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഹായ്, അങ്ങനെ നിയാബയുടെ പാസ്പോർട്ട് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസവും 4 ദിവസവും എടുത്തു പാസ്പോർട്ട് കൈ കിട്ടാൻ. നമ്മുടെ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. സോ അത് 15 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് കിട്ടും എന്നാണ് അതിനകത്ത് പാസ്പോർട്ടിൻ്റെ കൂടെ വന്ന ലെറ്ററിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ആപ്ലിക്കൻ്റായിട്ട് എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് വെച്ചത്. ശരിക്കും പറഞ്ഞാൽ വൈഫാണ് ആദ്യം അയർലൻഡിൽ വന്നത്. ഞങ്ങൾ രണ്ടുപേരും വന്നിട്ട് 5 വർഷമായി. ഞങ്ങൾ രണ്ടുപേരും സ്റ്റാഫ് 4 അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് എൻ്റെ ഡോക്യുമെൻറ്റ്സിലായില്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് ആയിട്ടാണ് ഞാൻ എൻ്റെ വൈഫിൻ്റെ ഡോക്യുമെൻറ്റ്സും കൂടെ അതിനകത്ത് വെച്ചത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആരാണോ മെയിൻ ആപ്ലിക്കൻ്റ് അവരുടെ ഡോക്യുമെൻറ്റ്സ് മാത്രം മതി എന്ന് തോന്നുന്നു. എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. അപ്പോൾ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ആർക്കെങ്കിലും ഉപകാരമാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു സോ മച്ച്.